പിന്നെ ഇതിനകത്ത് ആശാവഹമായ ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായത് നമ്മുടെ ബഹുമാന്യനായ ഗവർണറുടെ ഇടപെടലാണ്. അതിന് ഞാൻ വളരെയധികം അത് പ്രശംസിക്കുകയാണ്. കാരണം അദ്ദേഹം സമയത്ത് അദ്ദേഹം നോക്കിയിരുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കി. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, ഒരാക്റ്റും നടക്കുന്നില്ല, ഇത്രയും ദിവസമായി. അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലെ വൈസ് ചാൻസലർ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻവോൾവാണ്. നേരെ അയാൾ പോയിട്ട് എന്താണെന്നറിയാമോ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പ്രൊമോഷൻ, അതായത് CPMകാർക്ക് പ്രൊമോഷൻ സമയാസമയങ്ങളിൽ കൊടുക്കാൻ വേണ്ടി അത് പെട്ടെന്ന് പോയി പ്രൊമോഷന് അതിനുവേണ്ടിയുള്ള ഇൻ്റർവ്യൂ വെച്ചേക്കാണ്. സമയമില്ല, VCയും രജിസ്ട്രാറും അങ്ങോട്ടങ്ങ് പോവുകയാണ്. കാര്യം ഇൻ്റർവ്യൂ മുടക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, അതിൻ്റെ അന്വേഷണം നടത്തണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം. അതല്ല ചെയ്യുന്നത് അയാൾക്ക് ബാക്കിയുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് തിരികെ കയറ്റണം, അവർക്ക് വേണ്ട പ്രൊമോഷൻ. കാരണം വളരെ അർഹമായ പ്രൊമോഷനാണ് CPMകാർക്ക് കൊടുക്കേണ്ടത്, അത് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയിലായിരുന്നാണ് അയാൾ അഭിമുഖം നടത്താൻ പോയതാണ്. അത് കാരണം അയാൾക്ക് വേറെ ഒന്നിനും സമയമില്ല, വേറെ ഒരു കാര്യം അയാൾ അന്വേഷിച്ചില്ല, ഒന്നുമില്ല. ഇതാണ് കാര്യം. അപ്പോൾ VCയെ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ തൽക്കാലം ഇപ്പോൾ പുറത്താക്കിയേക്കാണ് നല്ലത്, വളരെ നല്ലത്. പകരം ചാർജ് വേറെ മറ്റൊരു ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത് അതുവരെയും ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രി ബഹുമാന്യായ ശ്രീമതി ചിഞ്ചുറാണിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഗവർണർ ഈ VCയെ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു പ്രസ്താവനയുണ്ടായി. അതായത് ഡീൻ എന്ന് പറയുന്ന ആള് പച്ച പാവമാണ് അയാൾ കേട്ടോ. അയാൾ പാല് മാത്രമേ കുടിക്കൂ, വേറൊന്നുമില്ല, അത്ര പാവമാണ് അയാൾ കേട്ടോ. അയാളെ കണ്ടാലറിയാം അയാൾ ആരാണെന്നുള്ളത്. മാത്രമല്ല അയാളുടെ പ്രവൃത്തികളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്നതാണ്. കാരണം അനധികൃതമായിട്ട് വേറെ ഒരു മൃഗാശുപത്രിയോടനുബന്ധിച്ചുള്ള പിന്നെ ക്വാർട്ടേഴ്സ് ഓക്യുപ്പൈ ചെയ്തേക്കാണ് കേട്ടോ. അതും ഓക്യുപ്പൈ ചെയ്തിട്ടാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഈ രീതിയിലുള്ളവന്മാരാണ് നമ്മുടെ സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര്. ഇവനൊക്കെ സംരക്ഷണം കിട്ടും, കാരണം CPMകാരാണ്. ഇടതുപക്ഷ സംഘടനയുടെ പ്രവർത്തനമാണ് ഇയാൾ, സർവീസ് സംഘടനയുടെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ അപ്പോൾ പറഞ്ഞ അയാൾ നല്ല ആളാണ്. കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അയാൾക്ക്. അത് നമ്മൾ കണ്ടു, സ്നേഹം നല്ലതാണ്. ഒരുത്തന്നെ ചവിട്ടി കൂട്ടി 3 ദിവസം ഇട്ട് ചവിട്ടി കൊന്നിട്ട് അത് എടുത്ത് കെട്ടിത്തൂക്കിയ കേസിനകത്ത് അയാളൊന്നും അറിഞ്ഞില്ല. അയാളുടെ അടുത്ത് ആരും പറഞ്ഞില്ലെന്ന് കേട്ടോ. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ മരിച്ചുപോയ പയ്യനുണ്ടല്ലോ, സിദ്ധാർത്ഥനും ഒന്ന് പറയാമായിരുന്നല്ലോ. എണീറ്റ് കിടക്കാൻ വയ്യാതെ, അവന് സംസാരിക്കാൻ പോലും കഴിവില്ലാതെ ചവിട്ടി നശിപ്പിച്ച് റെഡിയാക്കി തലയ്ക്കൊക്കെ ഭയങ്കര അടിയൊക്കെ അടിച്ച് ഇട്ടേക്കാണ്. എന്നിട്ട് പൂട്ടിയിട്ടേക്കുക. അവൻ പോയി പറയണമെന്ന് ഇയാളടുത്ത്. പിന്നെ അതിനുശേഷം മരിച്ചതിന് ശേഷമെങ്കിലും പറയാറുണ്ട്. അത് കഷ്ടമായിപ്പോയി ഇയാളടുത്ത് പറയാനത്. ഇയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഇയാളെല്ലാം ശരിയാക്കി കൊടുത്തന്നെ കേട്ടോ. മരിച്ചതിന് ശേഷം പറയാൻ പറ്റിയില്ല ആ പയ്യന് കേട്ടോ. അതാണ് കാര്യം, അതാണ് അയാളുടെ പരാതി. അപ്പോൾ അയാളെ അത് ആദ്യം ഇങ്ങനെ പറഞ്ഞു, കുട്ടികളുടെ വലിയ സ്നേഹമാണ്, അയാളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരൊക്കെ തീരുമാനിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇവരാര് തീരുമാനിക്കാൻ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അത് കോടതി തീരുമാനിക്കും. അത് നമ്മുടെ ബഹുമാനിയായ മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്. മന്ത്രിക്ക് ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ പറയാൻ? അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ തെറ്റ് ചെയ്യില്ല. നല്ല മതിപ്പാണ് അയാളെ കുറിച്ച് കേട്ടോ. ഇവർക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ്, നമുക്കറിയത്തില്ല. ഏതായാലും ഇതിന് ശേഷം ഗവർണർ ഇതുപോലെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഗവർണർ ഇങ്ങനെ ചെയ്തല്ലോ, ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ സർക്കാരിന്. ഗവർണർ അങ്ങനെ ചെയ്താൽ നമ്മളും എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് നേരെ ഇയാളെ അത് പറയുന്നുണ്ട്, ആ പ്രസ്താവനയുണ്ട്, അത് കേൾക്കേണ്ടതാണ്, കേൾക്കേണ്ട കാര്യം കേട്ടോ. അതൊക്കെ തങ്കലിപികളിൽ എഴുതി വെക്കേണ്ടതും അതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യവുമാണ്. അതെ, ഈ ഡീനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡിനെയും തൽക്കാലം സസ്പെൻഷനിൽ നിർത്തുകയാണ്. എന്ന് വെച്ചാൽ ഇതൊന്ന് അടങ്ങി തീരുന്നവരെ ഒന്ന് തൽക്കാലം ഒന്ന് സസ്പെൻഷനിൽ നിർത്താൻ കേട്ടോ. ഒരുത്തന്നെ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പോയി തെളിവെടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവരെ ഓമനിച്ച് തൽക്കാലം ഒന്ന് സസ്പെൻഷനിൽ നിർത്താൻ തീരുമാനിച്ചു. ഇതാണ് കാര്യം. എന്നാൽ ഇയാൾ ചെയ്തേക്കുന്ന കുറ്റം എന്ത് ഗൗരവതരമാണെന്ന് മന്ത്രിക്ക് മനസ്സിലാവണ്ടേ? ഗവൺമെൻറ് തിരിച്ചറിയണ്ടേ ഇയാൾ ചെയ്തേക്കുന്ന കുറ്റം? അയാൾ ആ ഹോസ്റ്റലിൻ്റെ വാർഡനാണ്. അയാൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. അതുപോലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട്, അവൻ ഡയറക്റ്റ് ഇൻവോൾവാണ് ഇതിനകത്ത്. അയാൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നവനാണ്, അസിസ്റ്റന്റ് വാർഡനാണ്.
ഇവർക്കൊക്കെ ഇതൊന്നും അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഒന്നും നിർത്തിയേക്കാണ്. കാരണം ഇത് ഈ പ്രശ്നമൊന്നുമില്ല, SFIക്കാർ തല്ലിക്കൊന്നല്ലേ, അതുകൊണ്ട് ബത്തപ്പാടില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് ചൂട്ട് പിടിക്കണം. അതിനുവേണ്ടി ഇപ്പം തൽക്കാലം ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇതാണ് കാഴ്ചപ്പാട്. അപ്പോൾ അവർ എന്തായാലും ഗവർണറുടെ ഈ നടപടി എന്ന് പറയുന്നുണ്ടല്ലോ വളരെ പ്രശംസനീയമാണ്. അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് വേണം. കാരണം ഇത് ഗവർണറെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഗവർണർക്ക് അതിന് അധികാരമുണ്ട് സസ്പെൻഡ് ചെയ്യാൻ, അതിനുള്ള ആവശ്യമുണ്ട് VC പുറത്താക്കാൻ. അതാണ് കാര്യം. ഏതായാലും നല്ലൊരു കാര്യമാണ് അവിടെ നടന്നത്. CPM ഭരിക്കുന്നിടത്തോളം ഒരു കാരണവശാലും ഈ കേസ് ഈ SFI പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ഒരു മാർഗമല്ലാതെ വേറൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ SFIയോട് വളരെയധികം കൂറു പുലർത്തുന്ന ഡീൻ അയാളെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ രജിസ്ട്രാർ, അവരൊക്കെ അവിടെ ഉള്ളായിരുന്ന ആളുകളാണ്. അപ്പോൾ അയാൾ ഇനി ഇത് നടന്നു, ഇനി ഇത് പുറത്തോട്ട് പറയേണ്ടെന്നുള്ളതാണ്. ഇത് അയാളും ഇതിൽ പ്രതിയാണ്. രജിസ്ട്രാർ, വൈസ് ചാൻസലർ ഉണ്ടായിരുന്ന അയാളും പ്രതിയാണ്. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെൻറ് എടുത്തത്. SFIക്കാരൻ ഞാൻ പിന്നെ പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ സംരക്ഷിച്ചേ മാർഗമുള്ളൂ. ആ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലായിടത്തും അതാണ്. ഇത് ഈ ഒരു കാരണവശാൽ ഈ നമ്മുടെ കേരള പോലീസിൻ്റെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ കുറച്ചൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ആ DYSP. പക്ഷേ അയാളെ വിരട്ടും. അയാളെ വിരട്ടി എന്നുള്ളതാണ് ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞത്. അയാളെ വിരട്ടാൻ പോയതാണ്. അതാണ് ആ വാക്ക് ഉപയോഗിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ എന്തുവാന്ന്. വരട്ടെ, കോമൺ സെൻസുള്ള ഒരുത്തനും മനസ്സിലാവും. അത് ചോദിക്കാൻ പോയതാണ്. തലേന്ന് DYSP പറഞ്ഞു അതൊന്നും ചോദിക്കാൻ പോയതാന്ന്. ചോദിക്കാൻ ഇയാളാര്? അത് ആഭ്യന്തരമന്ത്രിക്ക് ചോദിക്കാമല്ലോ, വേണമെങ്കിൽ ചോദിച്ചോട്ടെ. ഇയാളാരാ? ഇനി ആഭ്യന്തരമന്ത്രി പറഞ്ഞയച്ചാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രീതിയിലുള്ള സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണമൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല ഇതിനകത്ത്. ഇതുവരെയും ആ 307, അതായത് ഇതിപ്പോൾ ആ കൊലക്കുറ്റം അതിനകത്ത് ചാർത്തുന്നില്ലെങ്കിൽ 307 ഉറപ്പായിട്ട് വരണം. കാരണം ഈ കുട്ടിയുടെ ഈ ഇടത് നെഞ്ചിലൊക്കെ ഉണ്ടല്ലോ, ആ മിഡ് ലൈനിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ മാറി, അതായത് ഈ ഭാഗത്ത് വരും. ഇവിടെ ശരി ഭയങ്കരമായിട്ട് ചവിട്ടിയതിൻ്റെ പാടാണ് കിടക്കുന്നത്. വലിയ പാട്, വളരെ 15 സെൻറ്റിമീറ്ററൊക്കെ വിസ്താരമുള്ള പാട്. അത്രത്തോളം ചവിട്ടിയതാണ്. അതുപോലെ വലത് നെഞ്ചിലും. അത് പിന്നെ പോട്ടെ, ഇടത് ചവിട്ടിയിട്ട് പോരാന്ന് തോന്നിയായിരിക്കും വലത്തൂടെ ചവിട്ടിയത്. ഇടത് വയറിന് അബ്ഡമൻ അവിടെ ചവിട്ടി. അതിൻ്റെ ഇമ്പാക്റ്റ്, ഇൻറ്റേർണൽ ഇമ്പാക്റ്റ് കൊണ്ട് ആ വൻകുടലിൻ്റെ ആ റെക്റ്റത്തിൻ്റെയും ഭാഗത്ത് അതിൽ ഭയങ്കരമായ കൺഫ്യൂഷനുണ്ട് വളരെ. ഇത് ധാരാളം മതി. അതുപോലെ തന്നെ കഴുത്തിൽ അത് മരണകാരണമായേക്കാവുന്ന തന്നെ വേറെ ഒരു പ്രഷർ അബരേഷൻ ഉണ്ട്. അത് വയർ മുറുക്കി വലിച്ചതാണ്. അതാ കാര്യം. അപ്പം അത്രയും മതി. കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് നേരം തടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആൾ ബോധരഹിതനായി പോകും. മരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. മരിച്ചാന്ന് വിചാരിക്കും. ഇതാ കാര്യം. ഈ മരിച്ച ആളിനെ ഉണ്ടല്ലോ, ഒരു മരിച്ച ആളിനെ 2 മണിക്കൂറിനകത്ത് എടുത്ത് കെട്ടിത്തൂക്കിയാലും ഇതുപോലെ ഈ പ്രഷർ അബരേഷൻ അതുപോലെ വരും, ശരീരത്തിൽ വരാം. ഇൻഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഒക്കെ വരും. കാരണം അപ്പോഴത്തേക്കും ബ്ലഡ് ക്ലോട്ടൊന്നും ആവത്തില്ല. അതൊക്കെ വരാവുന്നതാണ്. ഇത് ശരിയായ രീതിയിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കണമായിരുന്നെങ്കിൽ ലൈഗേച്ചർ കൊണ്ട് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണമൊന്നുമില്ല. പിന്നിത് ഈ കൊലപാതകത്തിൻ്റെ ആ അന്വേഷണം എങ്ങും എത്തത്തില്ല ഇപ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ്സിനെ കിട്ടത്തില്ല. ഈ വിറ്റ്നസ്സിന് സാക്ഷികളായിട്ടുള്ള ആളുകളെ എല്ലാം ഇവർ ഭീഷണിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും, തല കാണത്തില്ല എന്ന് പറഞ്ഞേക്കുന്നതാണ് ഈ കുട്ടികളുടെ അടുത്ത്, ബാക്കിയുള്ളവരുടെ അടുത്ത്. അപ്പോൾ ഇതിൽ നിഷ്പക്ഷരായ ഒരുപാട് കുട്ടികളുണ്ട്. അവർ ഇത് പുറത്ത് പറഞ്ഞാൽ അവരെ തല കാണത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയും വലിയ ആളുകളാണ് യവന്മാർ, വലിയ പുള്ളികളാണ്. കാരണം യവന്മാരെ ഭരിക്കുന്ന യവന്മാരാണല്ലോ. തല എവിടെയൊക്കെ ഇരിക്കണം, ആർക്കൊക്കെ തല വേണമെന്ന് തീരുമാനിക്കുന്നവനൊക്കെയാണ്, വേറെ ആരല്ല സമൂഹത്തിൽ. അപ്പോൾ ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഈ അന്വേഷണം നടക്കുന്നത്?